തെരുവു നായ്ക്കളെ മാരകമായി വെട്ടിപ്പരിക്കേൽപ്പിക്കുന്ന സംഭവങ്ങൾ ഏറുന്നു. ഭീകരവാദ സംഘടനകളുടെ ആയുധ പരിശീലനമെന്ന് ആശങ്ക. ഭീതിയിൽ ജനം. TCV സ്പെഷ്യൽ റിപ്പോർട്ട്. അതീവ ഗൗരവമുള്ള ഒരു വിഷയമാണ് TCV പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സംസ്ഥാനത്ത് വ്യാപകമായി തെരുവു നായ്ക്കളെ മൂർച്ചയുള്ള ആയുധം കൊണ്ട് വെട്ടി പരിക്കേൽപ്പിക്കുന്ന, കൊലപ്പെടുത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അന്ന് പോലീസ് ഒരു സ്പെഷ്യൽ സംഘത്തെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കുകയും ചെയ്തു. പിന്നീട് കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തുവന്നു. ചില തീവ്രവാദ സംഘടനകൾ ആയുധ പരിശീലനത്തിന്റെ ഭാഗമായി തെരുവു നായകളെ മാരകമായി ആക്രമിക്കുന്നു, കൊലപ്പെടുത്തുന്നു എന്നുള്ളതാണ്. സമീപ ദിവസങ്ങളിൽ ജില്ലയിലും ഇത്തരം സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുകയാണ്. ഒരാഴ്ച മുമ്പ് പുല്ലരിയിൽ ഒരു തെരുവു നായയെ ക്രൂരമായി വെട്ടിപ്പരിക്കേൽപ്പിച്ച ഒരു വാർത്ത TCV സംപ്രേഷണം ചെയ്തു. അന്ന് സമീപത്തുള്ള ഒരു വീട്ടമ്മ ഈ നായയുടെ സംരക്ഷണം ഏറ്റെടുക്കുകയായിരുന്നു. ആ നായ ഇപ്പോൾ സുഖം പ്രാപിച്ചു വരുന്നു. ഇപ്പോൾ പറപ്പൂർ അന്നകരയിലാണ് TCV വാർത്താ സംഘം നിൽക്കുന്നത്. ഇവിടെ സമീപ ദിവസങ്ങളിലായി ഏതാനും നായ്ക്കളെ ഇത്തരം രീതിയിൽ മാരകമായി ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന ഒരു വാർത്ത പുറത്തു വരുന്നു. ഇത് പുറത്തറിയുന്നത് കലാകാരൻ കൂടിയായ ശ്രീ ദേവരാജൻ. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം TCV അറിയുന്നത്. ഇതിനെക്കുറിച്ച് അദ്ദേഹം തന്നെ നമ്മളോട് പങ്കുവയ്ക്കും. ഏതാണ്ട് 3 ആഴ്ചയോളായിട്ട് ഈ നായ നമ്മുടെ ഈ വീടിൻ്റെ പരിസരത്തും പുറത്തൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കഴുത്തിൽ വലിയൊരു മുറിവുണ്ട്. അത് മാരകമായ മുറിവ് തന്നെയാണ്. വലിയ ആയുധം കൊണ്ട്, മൂർച്ചയുള്ള ആയുധം കൊണ്ട് വെട്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളതാവണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ നമ്മളതിനെ പെട്ടെന്നൊന്നും അതിനെ പിടിച്ച് കെട്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. മിഞ്ഞാന്ന് രാത്രി വൈകുന്നേരം നമ്മളതിനെ കണ്ടു. അതിൻ്റെ വർഗ്ഗവരയിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ തലേദിവസങ്ങളിലൊക്കെ വർഗ്ഗവരൊന്ന് കിടക്കാറുണ്ടാവും. ഞാൻ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. മിനിഞ്ഞാന്ന് ഈ മണം പൊന്തുകയും അവിടെ ഞാനും എൻ്റെ മകനും കൂടി അതിനെ വർഗ്ഗം വരയിൽ എടുത്ത് കുഴി കുത്തി. ഇതുപോലെ നേരത്തെയും വീട്ടിലെ നായ തന്നെ ഇങ്ങനെ ആക്രമണത്തിനിടയായിട്ടുണ്ടെന്ന് പറയുന്നത്. ഇതേ എൻ്റെ വീട്ടിൽ തന്നെ ഇതേ മട്ടിൽ ഞങ്ങൾ വളർത്തുന്ന ഒരു നായ, അതിനും ബ്രൗണീനെ വിളിക്കാറുള്ളത്. അത് ഇതേ മട്ടിൽ തന്നെ 2 വർഷം മുന്നേ തലയ്ക്ക് മാരകമായി വെട്ടേറ്റിട്ട് മരിക്കേണ്ടായിട്ടുണ്ട്. മറ്റൊരു സംഭവം കൂടി പറഞ്ഞു. മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ലാബ്, ഒരു വലിയ നായയാണ്, കണ്ടാൽ നല്ല സൗന്ദര്യമുള്ള നായയാണ്. അതിനെ ഗൺ ഷോട്ട് കൊണ്ട് ആരോ വെടിവെച്ചിട്ട് ഈ ഷോട്ട്, ഈ ബുള്ളറ്റ് ഒരു ഭാഗത്തുനിന്ന് മറുഭാഗത്തേക്ക് തള്ളിപ്പോയിട്ടുണ്ട്. അവിടെ മുഴുവനും 2 ഭാഗങ്ങളിലും രക്തം ഒലിപ്പിച്ചിട്ട് വാർന്ന നായ ഈ എൻ്റെ ഇതുപോലെ ഒരു മോട്ടോർ ഹൗസ് ഉണ്ട്, അവിടെയൊക്കെ വന്ന് കിടക്കാറുണ്ട്. ഒരാഴ്ച മുമ്പ് പുല്ലരിയിലുണ്ടായ സംഭവം TCV റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇദ്ദേഹം ഇത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതോടുകൂടിയാണ് ഈ സംഭവവും പുറത്തറിയുന്നത്. ഇതുപോലെ അറിയാത്ത ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായേക്കാം. കാരണം നേരത്തെയും ഇത്തരം റിപ്പോർട്ടുകൾ ജില്ലയിൽ നിന്ന് മാത്രമല്ല സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പുറത്തു വന്നിരുന്നു. പറപ്പൂർ അന്നകരയിലേതിന് സമാനമായി പുല്ലടിയിലും ഒരാഴ്ച മുമ്പ് തെരുവു നായ്ക്ക് ക്രൂരമായി വെട്ടേറ്റിരുന്നു. അന്ന് ആ നായയെ സംരക്ഷിച്ച് ചികിത്സ നൽകിയ വീട്ടമ്മയായ സതിയെക്കുറിച്ച് TCV വാർത്ത നൽകിയിരുന്നു. അവർ തന്നെ ഇതിനെക്കുറിച്ച് പറയും. അന്നിവിടെ നന്നായി മുറിവുണ്ടായിരുന്നു. അതിൻ്റെ മുഖത്ത് മോൾഭാഗം ഇങ്ങനെ മുറിഞ്ഞ പോലെയായിരുന്നു. അപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ചികിത്സ കൊടുത്തതാണ്. എന്തോ ആയുധം കൊണ്ട് വെട്ടി നന്നായി പരിക്കേൽപ്പിച്ച പോലെയാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ചികിത്സ വെച്ചിട്ട് ഇപ്പോൾ ഭേദമുണ്ട്. അങ്ങനെ ഇത്രയും ക്രൂരമായ സംഭവങ്ങൾ ജില്ലയിലും മറ്റു പലയിടങ്ങളിലും ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ സത്യാവസ്ഥ കണ്ടെത്തേണ്ടതുണ്ട്. ഇത് ആയുധ പരിശീലനത്തിനായി വെട്ടി പരിക്കേൽപ്പിക്കുന്നതാണോ അതോ ഒറ്റപ്പെട്ട സംഭവങ്ങളാണോ എന്ന് കണ്ടെത്തേണ്ടത് അധികൃതരാണ്. അങ്ങനെ ജനങ്ങളുടെ ഭീതി അകറ്റുകയും വേണം. TCVക്ക് വേണ്ടി ക്യാമറമാൻ പ്രവീൺ പ്രകാശിനോടൊപ്പം മുകേഷ് ലാൽ.